നമസ്കാരം. ആമസോണിലും ഫ്ലിപ്കാർട്ടിലും നടക്കാൻ പോകുന്ന സെയിലിനെ കുറിച്ച് അറിഞ്ഞു കാണുമല്ലോ. ആമസോണിൽ പ്രൈം ഡേ സെയിലാണ്, ഫ്ലിപ്കാർട്ടിൽ അത് ഗോഡ് സെയിൽ എന്ന് പറഞ്ഞാണ് വന്നിട്ടുള്ളത്. അപ്പൊ ഏത് സെയിലായാലും നമുക്ക് എവിടെയാണോ കൂടുതൽ ഡിസ്കൗണ്ട് കിട്ടുന്നത് അവിടെ നമുക്ക് സാധനം വാങ്ങിക്കാം. അപ്പൊ ഞാനിവിടെ എന്റെ വീഡിയോയിലൂടെ സ്മാർട്ട് ഫോണുകൾ ബെസ്റ്റ് പ്രൈസിൽ കിട്ടുന്ന സ്മാർട്ട് ഫോണുകളെ കുറിച്ചാണ് പറയാനായിട്ട് പോകുന്നത്. ഇന്നലത്തെ വീഡിയോയിൽ നമ്മൾ ആമസോണിന്റെ പ്രൈം ഡേ സെയിലിൽ പ്രൈസ് റിവീൽ ആയിട്ടുള്ള സ്മാർട്ട് ഫോണുകളാണ് പരിചയപ്പെട്ടത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ആമസോണിലെയും ഫ്ലിപ്കാർട്ടിലെയും കുറച്ച് പ്രൈസ് റിവീൽ ആയിട്ടുള്ള സ്മാർട്ട് ഫോണുകളാണ് പരിചയപ്പെടാനായിട്ട് പോകുന്നത്. ഓൾറെഡി നിങ്ങൾ ഫ്ലിപ്കാർട്ടിന്റെ പ്ലസ് മെമ്പർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എയർലി എക്സസ് കഴിഞ്ഞ രാത്രി തൊട്ട്, അതായത് 19-ാം തീയതി രാത്രി തൊട്ട് തന്നെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കും. എല്ലാ സ്മാർട്ട് ഫോണുകളുടെയും പ്രൈസ് റിവീൽ ആയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഓരോന്നോരോന്നായിട്ട് ആവശ്യമുള്ളത് ബൈ ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ എന്ത് സാധനമാണെങ്കിലും ആമസോണിലോ ഫ്ലിപ്കാർട്ടിലോ എന്ത് സാധനം വാങ്ങാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിലും അത് ഏറ്റവും ബെസ്റ്റ് ഓഫറിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ ആ ഓഫറുകൾ വരുന്ന സമയത്ത് തന്നെ നിങ്ങൾ അറിഞ്ഞെങ്കിൽ മാത്രമേ അത് നിങ്ങൾക്ക് ഏറ്റവും നല്ല ഓഫറിൽ വാങ്ങാനായിട്ട് വരത്തുള്ളൂ. അപ്പം എന്റെ ഒരു ടെലിഗ്രാം ചാനലുണ്ട്, വീഡിയോ ഡിസ്ക്രിപ്ഷൻ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഏറ്റവും ആദ്യം തന്നെ ആമസോണിലും ഫ്ലിപ്കാർട്ടിലും വരുന്ന എല്ലാ സെയിൽ ഓഫറുകളും നമ്മൾ ആ ടെലിഗ്രാം ചാനലിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് ആ ടെലിഗ്രാം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ സെയിൽ കഴിഞ്ഞെന്ന് പറഞ്ഞാലും ഇഷ്ടം പോലെ ഓഫറുകൾ ആമസോണിലും ഫ്ലിപ്കാർട്ടിലും വരുന്നത് ആദ്യം തന്നെ ലഭിക്കുകയും നിങ്ങൾക്ക് അത് ആദ്യം തന്നെ ബൈ ചെയ്യാനായിട്ട് സാധിക്കുകയും ചെയ്യും. അപ്പൊ മറക്കാതെ തന്നെ ടെലിഗ്രാം ചാനൽ ഫോളോ ചെയ്ത് വെക്കുക. അപ്പൊ ഞാനിവിടെ ആദ്യം പറയാനായിട്ട് പോകുന്നത് ആമസോണിന്റെ പ്രൈം ഡേ സെയിലുമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ചില ഓഫറുകളെ കുറിച്ചാണ്. സാംസങ്ങിന്റെ S23 Ultra എന്ന് പറയുന്ന ഫോൺ, നിങ്ങളൊരു ഫ്ലാഗ്ഷിപ്പ് ലെവലിലുള്ള ഫോൺ നോക്കുന്നുണ്ടെങ്കിൽ സ്നാപ്ഡ്രാഗൺ S23 Ultra ഇപ്പം നല്ല ഡിസ്കൗണ്ടിൽ കിട്ടുന്നുണ്ട്. ഇപ്പോഴത്തെ ഇതിന്റെ പ്രൈസ് 75,999 രൂപയാണ്. ഏകദേശം 1,00,000 രൂപയുടെ അടുത്ത് സെയിൽ ആയിക്കൊണ്ടിരുന്ന ഒരു സ്മാർട്ട് ഫോൺ ആണ്. സ്നാപ്ഡ്രാഗൺ 8 Gen 2 ചിപ്സെറ്റ് ആണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ ഞാൻ ഈ പറയാൻ പോകുന്ന ഓഫർ പ്രൈസുകളെല്ലാം തന്നെ കാർഡ് ഓഫറും അതുപോലെ കൂപ്പൺ ഓഫറും ഒക്കെ അപ്ലൈ ചെയ്തതിന് ശേഷമുള്ള ഒരു റേറ്റ് ആയിരിക്കും. ഇനി OnePlusന്റെ ഫ്ലാഗ്ഷിപ്പ് ലെവലിലുള്ള ഫോണാണ് നോക്കുന്നുണ്ടെങ്കിൽ OnePlus 12 ഉണ്ട്. ഏകദേശം 53K ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത്. അപ്പൊ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് വൺ ഓഫ് ദ ബെസ്റ്റ് ഫോൺ ആയിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റുന്ന ഒരു സ്മാർട്ട് ഫോൺ ആണ് OnePlus 12. ഇനി നമ്മൾ റിയൽമിയുടെ 70 Narzo Pro എന്ന് പറയുന്ന ഒരു ഫോണാണ് പരിചയപ്പെടാൻ പോകുന്നത്. ഇത് ലോഞ്ച് ചെയ്ത സമയത്ത് 20Kയുടെ മുകളിലായിരുന്നു ഈ ഒരു ഫോണിന്റെ പ്രൈസ്. പക്ഷേ ഇപ്പൊ ഇതിന്റെ വില ഓഫർ പ്രൈസിൽ 15,500 രൂപയുടെ അടുത്ത്, അതായത് 15,000-നും താഴെ ചിലപ്പോൾ നമുക്ക് ഈ റിയൽമി 70 Narzo Pro എന്ന് പറയുന്ന ഒരു ഫോൺ കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഒരു 15,000 രൂപയുടെ പ്രൈസ് റേഞ്ചിൽ ഒരു സ്മാർട്ട് ഫോൺ നോക്കുന്നുണ്ടെങ്കിൽ റിയൽമി 70 Narzo Pro എന്ന് പറയുന്ന ഫോണും നല്ലൊരു ഓപ്ഷൻ ആണ്. ഇനി മിഡ് റേഞ്ച് സെഗ്മെന്റ് വരികയാണെന്നുണ്ടെങ്കിൽ റിയൽമിയുടെ GT60 എന്ന് പറയുന്ന ഒരു സ്മാർട്ട് ഫോൺ ഉണ്ട്. ഇതിൽ സ്നാപ്ഡ്രാഗൺ പ്ലസ് Gen 3 ചിപ്സെറ്റ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. പവർഫുൾ ആയിട്ടുള്ള ഒരു നല്ല പ്രോസസർ ആണിത്. അതിനോടൊപ്പം തന്നെ ഇതിന്റെ പ്രൈസ് 26K ആണ്. ഓഫർ പ്രൈസ് ആണ് 26,000 രൂപ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇത് നല്ലൊരു ഓഫറാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു മിഡ് റേഞ്ച് സെഗ്മെന്റിൽ പരിഗണിക്കാൻ പറ്റിയ ഒരു സ്മാർട്ട് ഫോൺ ആണിത്. ഇനി OnePlusന്റെ Nord CE എന്ന് പറയുന്ന ഒരു ഫോൺ ഉണ്ട്. OnePlusന്റെ Nord CE 4 Lite എന്ന് പറയുന്ന ഒരു ഫോൺ ഉണ്ട്. ഇതിൽ ഏതാണ് എടുക്കേണ്ടത് ഒരു കൺഫ്യൂഷൻ ആണ്. രണ്ടിനും ഓഫർ ഉണ്ട്. എന്റെ ഒരു അഭിപ്രായത്തിൽ Nord CE 3 എന്ന് പറയുന്ന ഫോൺ ആയിരിക്കും ബെറ്റർ. ഇതിന്റെ ഒരു ആവറേജ് സെയിലിംഗ് പ്രൈസ് 21-22K ആയിരുന്നു. പക്ഷേ ഇപ്പൊ ഇത് ഓഫർ പ്രൈസിൽ നമുക്ക് 19Kക്ക് ലഭിക്കുന്നുണ്ട്. അപ്പൊ OnePlusന്റെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഒരു ഫോൺ നോക്കുന്നുണ്ടെങ്കിൽ Nord CE 3-യും CE 4 Lite'ും ഒന്ന് കമ്പയർ ചെയ്തതിന് ശേഷം മാത്രമേ വാങ്ങാവൂ. എന്റെ ഒരു അഭിപ്രായത്തിൽ CE 3 ആയിരിക്കും കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള നല്ല ഡിസ്കൗണ്ടിൽ നല്ല സ്പെസിഫിക്കേഷനോട് കിട്ടുന്ന ഒരു സ്മാർട്ട് ഫോൺ. ഇനി ഫ്ലിപ്കാർട്ടിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ സ്മാർട്ട് ഫോണിന്റെ ഓൾമോസ്റ്റ് എല്ലാ ഓഫറുകളും റിവീൽ ആയിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഒരു ഡൗട്ട് എല്ലാവർക്കും ഉള്ളത് iPhone 13 എടുക്കണോ 14 Plus എടുക്കണോ എന്നുള്ളൊരു ഡൗട്ട് ഉണ്ട്. iPhone 13 നമുക്ക് ആമസോണിൽ നല്ല ഡിസ്കൗണ്ടിൽ കിട്ടുന്നുണ്ട്. പക്ഷേ ആ ഒരു ഡിസ്കൗണ്ടിൽ ആമസോണിൽ നിന്ന് iPhone 13 എടുക്കുന്നതിനേക്കാളും നല്ലത് നമുക്ക് ഫ്ലിപ്കാർട്ടിൽ നിന്ന് 14 Plus എടുക്കുന്നതായിരിക്കും. 14 Plus നിങ്ങൾക്ക് 56,000 ഫ്ലിപ്കാർട്ടിൽ നിന്ന് ലഭിക്കും. ഓഫറുകൾ കിട്ടിയതിന് ശേഷം കുറച്ചുകൂടെ ഡിസ്കൗണ്ടിൽ നിങ്ങൾക്ക് 14 Plus എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ 14 Plus അവൈലബിൾ ആയിട്ടുള്ള ഒരു സമയത്ത് നമ്മൾ 13 എടുക്കുന്നത് അത്ര നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ ആരെങ്കിലും 13 പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടി ഒരു എമൗണ്ട് നിങ്ങൾക്ക് ഇൻക്രീസ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ 14 Plusലേക്ക് പോകാനായിട്ട് സാധിക്കും. ഇനി iPhone 15 ആണ് നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ ഫ്ലിപ്കാർട്ടിൽ ഇതിന്റെ ഓഫർ പ്രൈസ് വന്നിരിക്കുന്നത് 65,000 ആണ്. ഇതിന്റെ ഒരു സെയിലിംഗ് പ്രൈസ് നടക്കുന്നത് 70, 72, 73 ആ ഒരു റേഞ്ചിലൊക്കെയാണ്. അപ്പൊ ഇത്രയും ഡിസ്കൗണ്ടിൽ 15 കിട്ടുന്നുണ്ട്. അപ്പൊ 15 വേണോ 14 Plus വേണോ 13 വേണോ ഈ ഒരു കൺഫ്യൂഷൻ ഐഫോൺ വാങ്ങാൻ പ്ലാൻ ചെയ്യുന്നവർക്ക് എന്തായാലും ഉണ്ടായിരിക്കും. എന്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾ ഐഫോൺ ഈ റേഞ്ചിലുള്ള ഏത് ഫോൺ വാങ്ങാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് കുറച്ച് ദിവസം കൂടെ ഒന്ന് വെയിറ്റ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ദിവാലി ദസറ സെയിൽ വരുന്ന സമയത്ത് കുറച്ചുകൂടി ഡിസ്കൗണ്ടിൽ നിങ്ങൾക്ക് എനിക്ക് തോന്നുന്നത് ഈ സ്മാർട്ട് ഫോണുകൾ വാങ്ങാനായിട്ട് സാധിക്കുമെന്നാണ്. എന്തായാലും ഒരു 3,000, 4,000, 5,000 രൂപയുടെയൊക്കെ ഡിസ്കൗണ്ട് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അത് വലിയ പ്രശ്നമല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ കിട്ടുന്ന ഈ ഒരു ഓഫറിൽ വാങ്ങുന്നതുകൊണ്ടും പ്രശ്നമൊന്നുമില്ല. അപ്പൊ iPhone 14 Plusഉം 15ഉം ഈ ഡിസ്കൗണ്ട് ടൈമിൽ വാങ്ങാൻ പറ്റിയ രണ്ട് സ്മാർട്ട് ഫോണുകളിലാണ്. അതേപോലെ തന്നെ ഏറ്റവും ഡിസ്കൗണ്ട് സാധാരണ നമുക്ക് കിട്ടുന്നത് പിക്സൽ ഫോണുകളിൽ ഡിസ്കൗണ്ട് കിട്ടാറുണ്ട്. Pixel 7 ഇവിടെ നല്ല ഒരു ഡിസ്കൗണ്ട് വന്നിട്ടുണ്ട്. ലോഞ്ചിങ് പ്രൈസ് ഈ ഒരു Pixel 7ന്റെ 50,000 എബോ ആയിരുന്നു. എന്നാൽ ഓഫർ പ്രൈസിൽ ഇപ്പൊ നമുക്കിത് 33,000-ന് കിട്ടുന്നുണ്ട്. ഇതൊരു ഫ്ലാഗ്ഷിപ്പ് ഫോണാണ്. അപ്പം നിങ്ങൾക്ക് പിക്സലിന്റെ ഫോണുകൾ ഉപയോഗിക്കാൻ അത്ര താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ല ഡിസ്കൗണ്ടിൽ വാങ്ങണമെന്നുണ്ടെങ്കിൽ Pixel 7 ഇപ്പൊ നല്ലൊരു ഓഫറിൽ വന്നിട്ടുണ്ട്. അതല്ല കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ട് കുറച്ചുകൂടെ പുതിയൊരു ഫോണാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ Pixel 8-നും നല്ല രീതിയിലുള്ള ഡിസ്കൗണ്ട് വന്നിട്ടുണ്ട്. 50,000-ന് താഴേക്ക് Pixel 8ന്റെ റേറ്റ് വന്നിട്ടുണ്ട്.
48,000 പിക്സൽ 8 നമുക്ക് വാങ്ങാനായിട്ട് സാധിക്കും. ആമസോണിൽ നിന്നായാലും ഫ്ലിപ്കാർട്ടിൽ നിന്നായാലും നിങ്ങൾ എന്ത് സാധനം വാങ്ങുന്നുണ്ടെങ്കിൽ കാർഡ് ഓഫർ ഇട്ടെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന നല്ല ഡിസ്കൗണ്ടിലുള്ള സാധനങ്ങൾ വാങ്ങാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ നിങ്ങളുടെ ആമസോണിന്റെ ഫ്ലിപ്കാർട്ടിന്റെ ക്രെഡിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ചുകൊണ്ട് വാങ്ങുക. ഇനി ഇല്ല എന്നുണ്ടെങ്കിൽ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ക്രെഡിറ്റ് കാർഡ് അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അവിടെ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ക്രെഡിറ്റ് കാർഡുകൾ അപ്ലൈ ചെയ്യാം. പ്രൈം ഡേ സെയിലിന് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ പ്രൈം ഡേയുടെ ലൈറ്റ്, അതായത് ആമസോൺ പ്രൈം ലൈറ്റ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. വില കുറവിൽ തന്നെ നിങ്ങൾക്ക് ആമസോൺ പ്രൈം മെമ്പർഷിപ്പ് ആക്ടിവേറ്റ് ചെയ്യാൻ സാധിക്കും. അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ നിന്ന് നിങ്ങൾക്ക് പ്രൈം മെമ്പർഷിപ്പിലേക്ക് പോകാനായിട്ട് സാധിക്കും. ഫ്ലിപ്കാർട്ടിന്റെ ഏർലി ആക്സസ് പ്ലസ് മെമ്പേഴ്സിന് ഓൾറെഡി സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷനിൽ എല്ലാ പ്രൊഡക്റ്റുകളെയും നമ്മൾ ഡിസ്കസ് ചെയ്ത എല്ലാ പ്രൊഡക്റ്റുകളെയും ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അവിടെ നിങ്ങൾക്ക് ഓരോ പ്രൊഡക്റ്റുകളായിട്ട് ചെക്ക് ചെയ്ത് വാങ്ങാം. അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ നിർത്തുകയാണ്. വീഡിയോയെ കുറിച്ച് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. സ്മാർട്ട് ഫോണുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യാം. പിന്നെ ടെലിഗ്രാം ചാനൽ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ എല്ലാ ഓഫറുകളെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ടെലിഗ്രാം ചാനലിൽ ആദ്യം ലഭിക്കുന്നതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.